ഉള്ളവരെ ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ വെറും കൈയോടെ പോയാൽ പോരാ. നമ്മുടെ കൈനകത്ത് ചില കാര്യങ്ങൾ കരുതി വെച്ചിട്ട് വേണം ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഖബർ എന്ന് പറയുന്ന ലോകത്തേക്ക് മനുഷ്യർ കടന്നു പോകാൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് ലോകങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവൻ ഈ ദുനിയാവിൽ നിൽക്കുന്നത്. ആലമുൽ അർഹാം കഴിഞ്ഞു, ആലമുൽ അർവാഹ് കഴിഞ്ഞ്, ആലമുൽ അർഹാം കഴിഞ്ഞ് ആലമു ദുന്നയിലാണ്. ഇനിയുണ്ട് ഖബർ ജീവിതമുണ്ട്, മഹ്ശറയുണ്ട്. അവനക്ക് സ്വർഗവും നരകവും ഒക്കെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകാനുണ്ട്. ഈ ജീവിതത്തിലൂടെയൊക്കെ മനുഷ്യർ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞു പോയ രണ്ട് ആലമുൽ അർവാഹും ആലമുൽ അർഹാമും ജീവിതത്തിൽ നമ്മൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഓർമ്മയുമില്ല. എന്നാൽ ആലമുൽ അർഹാമിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ മുമ്പൊരു ലോകം, ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം. ഈ റൂഹുകളുടെ എല്ലാവരെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ചേർത്തിരുത്തിയിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ദുനിയാവിന്റെ തുലിക്ക് മുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതിന്റെ ശേഷമാണ് ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നത്. എന്നാലോ മനുഷ്യരോ അതൊന്നും അറിയാതെ, അതൊന്നും കേൾക്കാത്തവനായിക്കൊണ്ട്, അതൊന്നും തന്റെ ജീവിതത്തിൽ ബാധകമല്ല എന്ന രൂപത്തിൽ മനുഷ്യരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിലേക്ക് കടന്നു വന്ന് നമ്മൾ ഇനിയൊരു ലോകത്തേക്ക് നമ്മൾ പോകാനുണ്ട്. അതാണ് ആലമുൽ ബർസഖ്. എൻ്റെ പ്രിയമുള്ളവരെ, ഖബർ ജീവിതം എന്ന് പറയുന്നത്, ആ ഖബറിന്റെ ഉള്ളറയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഉമ്മ വെറും കൈയോടെ നമ്മളെ പോകാൻ പാടില്ല. നമ്മുടെ കൈനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ കരുതി വെക്കണല്ലോ. നമ്മുടെ ജീവിതത്തിന് എല്ലാവർക്കും വരാനുള്ള കാര്യമാണല്ലോ. അല്ലാഹുവേ, ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് റൂഹിനെ പിടിച്ചാൽ റബ്ബേ, എല്ലാവരും തന്നെ പിടിക്കപ്പെടുമല്ലോ. ആരെങ്കിലും ഒഴിവാകുന്നവരുണ്ടോ? ആരും തന്നെ ഒഴിവാകുന്നവരില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വിട്ട എല്ലാ ജീവികളുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ റബ്ബേ വീട്ടിനകത്ത് നിന്ന് എല്ലാവരും ചേർന്ന് എടുക്കുമല്ലോ. എടാ, മരിച്ചെന്ന് പറയുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ. ഇന്നലെ വരെ ഇഖ്ബാലായിരുന്നു, ഇന്നലെ വരെ അവന്റെ പേര് മുഹമ്മദായിരുന്നു, ഇന്നലെ വരെ അവന്റെ പേര് അഷ്റഫായിരുന്നു. റബ്ബേ, ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേര് വരെ മാറുമല്ലോ. പിന്നെ ആളുകൾ ചോദിക്കുന്നത്, റബ്ബേ, മരണ വീട് എവിടെയാണെന്നാണ്. മരണ വീട് എവിടെയാണെന്നാ ഉമ്മ ചോദിക്കുന്നത്. അതാണ് മരണമെന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് അഷ്റഫിന്റെ മരണം എപ്പോഴാ എടുക്കുന്നതെന്നല്ല, മയ്യത്ത് എപ്പോഴാ എടുക്കുന്നത്. റബ്ബേ, ഓരോ മനുഷ്യന്റെ പേര് വരെ അവിടെ നിന്ന് മാറ്റുകയാണല്ലോ. പിന്നെ അവിടെ പറയുന്ന പേരെന്താ? അവിടെ പറയുന്ന പേര് മയ്യത്ത് എന്നാണ്. പിന്നെ മയ്യത്താനടാ പേര്, പിന്നെ മയ്യത്താനടാ പേര്. പേര് വരെ മാറ്റപ്പെടുന്ന ഏറ്റവും വലിയൊരു സത്യമാണ് മരണമെന്ന് പറയുന്നത്. ഒരാളും തന്നെ അതിൽ നിന്ന് ഒഴിവാകുകയില്ലല്ലോ. പണക്കാരൻ എന്നതിന്റെ പേരിലോ, റബ്ബേ, വലിയ ജോലിയുള്ളവരെന്നതിന്റെ പേരിലോ, കലക്ടറാണെന്ന പേരിലോ, അല്ലാഹുവേ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന പേരിലോ, അല്ലാഹ് ലോകത്തെ തന്നെ വിറപ്പിച്ചവനാ, ഗിന്നസ് റെക്കോർഡിൽ ഒന്നാമനായിരുന്നല്ലോ അവന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബേ, ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പന്ന കുലത്തിന്റെ പട്ടിക നോക്കുമ്പോൾ അവനാണ് ഒന്നാമന് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഉമ്മ, നമ്മുടെ വീട്ടിന്റെ മുമ്പിലേക്ക് നമ്മൾ കിടക്കുന്ന കിടപ്പറയിലേക്ക് മരണം കടന്നു വരുമല്ലോ.
നമുക്കും തടുക്കാൻ കഴിയില്ല. ആരും തന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ആ മരണത്തിന്റെ മാലാഖ വരാതിരിക്കൂലല്ലോ. ഇതാ മരണമെന്ന് പറഞ്ഞാൽ ഈ സത്യമായ പച്ചയായ മരണമുണ്ടല്ലോ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ അഹങ്കരിച്ച് നടന്നാൽ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ഉമ്മ? നമുക്ക് ആ മരണം വരുന്ന സമയത്ത് നമുക്ക് വിജയിക്കണ്ടോ? ആ ഖബറിന്റെ ഉള്ളിൽ വിജയിക്കണ്ടോ? ആകുവേ പടച്ചുറപ്പേ, സിറാത്തിലും ഹിസാബിലും എല്ലാം നമുക്ക് വിജയിക്കണ്ടേ ഉമ്മ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് കൊണ്ടുപോകണ്ട 5 കാര്യങ്ങളെ കുറിച്ചാ ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോ റബ്ബേ കൊണ്ടുപോകണ്ട 5 കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അല്ലാഹുവേ, തന്റെ വീട്ടിന്റെ ഉള്ളറയിൽ നിന്ന് അല്ലാഹ് മയ്യത്തെടുക്കുമ്പോ പാപ്പയും ഉമ്മയും സഹോദരങ്ങളും എല്ലാവരും ഇരുന്നിട്ട് കരയുകയാണല്ലോ, മക്കള് കരയുകയാണല്ലോ, പിറപ്പുകൾ കരയുകയാണല്ലോ. ആര് തന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഉമ്മ? പടച്ചുറപ്പ് നമുക്ക് പിന്തിപ്പിച്ചു തരൂലല്ലോ. അല്ല നമുക്ക് പിന്തിപ്പിച്ചു തരുമോ? ഇല്ല. അതാണ് മരണമെന്ന് പറയുന്നത്. മരണം സത്യമാണ്. അത് എല്ലാവരുടെ മുമ്പിലേക്കും കടന്നു വരുമല്ലോ. ആ മരണത്തിന്റെ മാലാഖ മുമ്പിലേക്ക് വരുമ്പോ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണേ. അതിന് വേണ്ടിയിട്ട് ഉമ്മ ചില കാര്യങ്ങള് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് കഴിയുന്നത് വരെ കഴിയുന്ന ആളുകളെല്ലാവരും നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് എന്ത് 5 കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു വിജയികൾ നമുക്ക് പെടാൻ കഴിയും. നമ്മളൊരു കാര്യം ആലോചിക്കണം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്, നമ്മുടെ പരിസരം എല്ലാം നമ്മൾ എല്ലാ ദിവസവും വൃത്തിയാക്കാറില്ലേ? അല്ലെ? തുടക്കുന്നവരെ തുടക്കും, അടിക്കുന്നവരടിക്കും, മാറാലകളൊക്കെ തട്ടി വൃത്തിയാക്കുന്ന നമ്മൾ അല്ലെ? എല്ലാ ദിവസവും നമ്മൾ അത് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ദിവസമെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഈമാനിനെ അതുപോലെ വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെ? എല്ലാ ദിവസവും നമ്മുടെ വീടും നമ്മുടെ പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കും. എന്നതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഈമാനിനെയും കൂടെ അതുപോലെ നമ്മളൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതിന് വേണ്ട 5 കാര്യങ്ങൾ നാളെ പടച്ചറബിന്റെ മുമ്പിൽ വരുമ്പോൾ വിജയികളെ പെടാൻ 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ, അവന്റെ ജീവിതത്തിൽ അവനക്ക് അവിടെ വിജയം കിട്ടുന്ന 5 കാര്യം. അതിലൊന്നാമത്തെ കാര്യം എന്തെന്നറിയോ? റബ്ബേ, നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അല്ലാഹുവേ, അവിടെ നമുക്ക് നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളും തടയപ്പെടുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയട്ടെയോ? താരിഖസ്സലാ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് മരണപ്പെടുന്നതിന്റെ മുമ്പ് 5 വഖത്ത് നമസ്കാരം നിർവഹിക്കാതെ റബ്ബേ ഈ ദുനിയാവിൽ അഹങ്കരിച്ച് നടന്നവനാണോ? എന്നാലടാ നിന്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, നിന്റെ ഇബാദത്തുകളെ നിനക്ക് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അവിടെ നമസ്കാരമില്ലല്ലോ. അല്ലാഹുവേ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ പള്ളിയിൽ നിന്ന് 5 വഖത്ത് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോ റബ്ബേ പള്ളിയിലേക്കൊന്ന് കടന്നു ചെല്ലാൻ പൊന്നുമോനെ മനസ്സ് കാണിക്കണടാ, മനസ്സ് കാണിക്കണം മോനെ, മനസ്സ് കാണിക്കണം മോനെ. എടാ, നീ എത്ര വലിയ തിരക്കുള്ളവനാകട്ടെ, നിനക്ക് ജോലി തിരക്കുണ്ട്, നിനക്ക് ബിസിനസ് ഉണ്ട്, എല്ലാ തിരക്കുകൾക്കിടയിൽ വെച്ചിട്ടും അല്ലാഹനെ മറക്കാൻ,
നിനക്ക് എങ്ങനെയാടാ കഴിയുന്നത്? അല്ലാഹനെ മറക്കാൻ നിന്റെ ഹൃദയത്തിന് സമ്മതം മൂളുന്നുണ്ടോ? വേണ്ടടാ, വേണ്ട. നമ്മുടെ വീട്ടിലെ സൽക്കാരങ്ങളാകട്ടെ, അത് ആര് തന്നതാ? അത് അല്ലാഹ് തന്ന അനുഗ്രഹമല്ലേ? നിന്റെ ജോലി തിരക്കാര് തന്നതാണടാ. നിന്റെ ജോലിയും അതിലുള്ള സമ്പത്തും അതിന്റെ കാര്യങ്ങളും മുഴുവനും ആര് തന്നതാ? അത് അല്ലാഹ് തന്നതാണല്ലോ, അത് അല്ലാഹ് തന്നതാണല്ലോ. അതുകൊണ്ട് എന്തിനാണ് മോനെ നീ മടിക്കുന്നത്? 5 വഖത്ത് നമസ്കാരത്തെ മുറുകെ പിടിക്കണേ. ആ നിസ്കാരത്തെ ഒഴിവാക്കിയാൽ നാളെ പടച്ചോന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹ് നമുക്ക് വിജയിക്കാൻ കഴിയുമോ? അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയുമോ ഉമ്മ? വീട്ടിൽ പൊന്നുമോളുടെ കല്യാണമാണ്, വീട് കുടിയിരിക്കലാണ്, വീട്ടിൽ ഒരുപാട് പ്രോഗ്രാമുകളാണ്. പക്ഷേ നമസ്കാരം ഒഴിവാക്കിയിരിക്കുകയാ. പാടില്ല ഉമ്മ, പാടില്ല ഉമ്മ. ഒരിക്കലും തന്നെ നമസ്കാരത്തെ ഖളാ ആക്കുന്ന പ്രോഗ്രാം നമുക്ക് വേണ്ട. അറിയാതെ എങ്ങാനും സാഹചര്യം കൊണ്ട് ഖളാ ആയാൽ ആ ഖളാഇനെ വേഗം വീട്ടണേ, ആ ഖളാഇനെ വേഗം വീട്ടണേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, രോഗിക്ക് വരെ അവിടുന്ന് രോഗിയായി കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് വരെ നമസ്കാരത്തിന് ഇളവില്ല. എന്തിന് തന്നെ അല്ലാഹ് ഇളവ് കൊടുത്താലും എടാ നമസ്കാരത്തിന് ഇളവില്ലല്ലോ. നിനക്ക് ബോധമുണ്ടടാ, നിനക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ടോ? നിന്റെ ശരീരത്തിൽ നിനക്ക് ബോധമുണ്ടോ? എന്നാൽ നിനക്ക് നിസ്കാരം നിർബന്ധമാണ്. നീ നിന്നുകൊണ്ട് നിസ്കരിക്കടാ. നിൽക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലോ ഇരുന്നിട്ട് നിസ്കരിക്ക്. ഇരുന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ ചെരിഞ്ഞു കിടക്ക്. അതിന് കഴിയുന്നില്ലെങ്കിൽ മലർന്ന് കിടന്നിട്ട് നിസ്കരിക്കടാ. നിന്റെ കണ്ണ് കൊണ്ട് നിനക്ക് നിസ്കരിക്കാൻ കഴിയുമോ? അല്ലാഹ് നിന്റെ ഹൃദയം കൊണ്ട് നിനക്ക് നിസ്കരിക്കാൻ കഴിയുമോ? നിസ്കാരത്തിന് ഇളവില്ല. അങ്ങനെയൊക്കെയാണടാ കഴിയില്ലെങ്കിൽ നിസ്കരിക്കേണ്ടത്. ഇത് അല്ലാഹുവേ, ഒരു മുസ്ലിമും അല്ലാത്തവനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് തന്നെ അത് നമസ്കാരമല്ലേ, അത് നമസ്കാരമല്ലേ. അതുകൊണ്ട് നമസ്കാരത്തെ ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെയാ മുസ്ലിം എന്ന് നമുക്ക് പേര് പറയുക? പിന്നെ എങ്ങനെയാ നമുക്ക് മുഅ്മിനെന്ന് പേര് പറയുക? നമ്മുടെ പേരിൽ മാത്രം അല്ലാഹുവേ മുസ്ലിമിന്റെ പേരിട്ടത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ പേര് മുസ്ലിമിന്റെ പേരിട്ടത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അള്ളാന്റെ മുമ്പിലും നമ്മുടെ പേരിലും നമ്മുടെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് അല്ലാഹുവേ കളങ്കമില്ലാത്ത മുസ്ലിമാണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണേ ഉമ്മ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം എന്താ? നിസ്കാരമാണ്. എടാ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ തൂണാ. ആ നിസ്കാരത്തെ ആരെങ്കിലും കളങ്കപ്പെടുത്തിയ ആ ദീനിന്റെ തൂണിനെ അവൻ പൊളിച്ചു കളഞ്ഞു. ഒന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ തൂണ. അതിനാരെങ്കിലും കളങ്കപ്പെടുത്തിയാൽ ഈ ദീനിന്റെ തൂണിനെ അവൻ പൊളിച്ചു കളഞ്ഞു. പടച്ചോനെ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ടോ? ആലോചിക്കുക. എന്നിട്ട് ആ നിസ്കാരത്തെ പെട്ടെന്ന് വീട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ അടുത്തൊരു വാപ്പ എൻ്റെ അടുത്ത് പറയാണ്, ഉസ്താദേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് സമയത്ത് നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ട്, ഒരുപാട് ദിവസത്തെ നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഖളാകളൊക്കെ ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്നറിയോ? ഫർള് നമസ്കാരം ദുഹറായ ദുഹറിന് മുമ്പ് ഖളാ ആയ ഒരു ദുഹർ നിസ്കരിക്കും. എന്നിട്ടോ ശേഷവും അതേപോലെ തന്നെ ഖളാ വീട്ടിക്കൊണ്ട് ഒരു നിസ്കാരം നിസ്കരിക്കും. ഇങ്ങനെയാടാ ചെയ്യേണ്ടത്. ഒരാൾക്ക് ഇപ്പം ആ ബാപ്പാക്ക് അറിയില്ല എൻ്റെ ജീവിതത്തിൽ എത്ര നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? നല്ല സമയത്ത് അവർ ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് യുവത്വത്തിന്റെ തളപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലും ആയി പോയിട്ടുണ്ടാകും. പക്ഷേ അവർ ഇന്ന് നിസ്കാരങ്ങൾ ഖളാ ആക്കി അതിങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ കയറിയ. ആ ഈമാൻ അല്ലാഹു നമുക്ക് തരട്ടെ.
ആ ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയല്ലേ. ഒരാളെ കുറിച്ചിട്ടും അവിടുന്ന് ഇല്ലാത്തത് പറയല്ലേ. അല്ലാഹുവേ, അവന് ചെയ്തതാകട്ടെ ഇനി ചെയ്യാത്തതാകട്ടെ ഒന്നും തന്നെ മറ്റൊരാളെ കുറിച്ച് ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയരുത്. അത് പറഞ്ഞിങ്ങനെ പെരുപ്പിച്ച് നടക്കരുത് ഉമ്മ. റബ്ബേ, തന്റെ അയൽവാസിയായ കൂട്ടുകാരിയെ കുറിച്ചിട്ട് ആരോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളോട് പോയിട്ട് പറയുമ്പോ റബ്ബേ, അതെങ്ങാനും അവരറിയുമ്പോ എന്തൊരു വേദനയായിരിക്കും, എന്തൊരു വേദനയായിരിക്കും ഉമ്മ. അവരെങ്ങാനും നമുക്ക് പൊരുത്തം തരുവോ? അവരെങ്ങാനും നമുക്ക് പൊരുത്തം തരുവോ? മറ്റുള്ളവന് കുറ്റം പറഞ്ഞ റബ്ബേ, മരിച്ചു കിടക്കുന്ന മയ്യത്തായി കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്റെ പച്ചമാംസം ഭക്ഷിക്കുന്നത് പോലെയല്ലേ ഉമ്മ? അത് വേണോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പച്ചമാംസം എടുത്തിട്ട് നമ്മൾ കഴിക്കണോ? വേണ്ട വേണ്ട, അതിന് വേണ്ടി നമ്മൾ തയ്യാറാകണ്ട. അല്ലാഹുവേ, എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനുണ്ടെങ്കിൽ അത് വലിയ ചർച്ചകളാക്കിയിട്ട് അല്ലാഹുവേ സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ള സ്ഥലങ്ങളിലൂടെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിലൂടെ മറ്റുള്ളവനെ കുറിച്ചിട്ട് ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞുണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കല്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്ന പക്ഷമുണ്ടല്ലോ റബ്ബേ, നമ്മുടെ ജീവിതത്തില് നഷ്ടങ്ങളാണ്. നമുക്ക് വിജയിക്കാൻ കഴിയില്ല ഉമ്മ. നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങളാണല്ലോ. നമ്മുടെ കാര്യങ്ങളിൽ ബറക്കത്തില്ല. അതുകൊണ്ട് ഈ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്ക്. മറ്റുള്ളവരെ കുറിച്ച് ഇല്ലതാവട്ടെ ഇല്ലാത്തതാകട്ടെ ഒരിക്കലും തന്നെ പറഞ്ഞു നടക്കല്ലേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തൊരു ഹദീസ് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് പറയുകയോ, മൻ അയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമല ദാലിക ദംബാ. തന്റെ പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ചിട്ട്, ഒരാളെ കുറിച്ചിട്ട് അല്ലാഹുവേ അയാളെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറഞ്ഞാൽ, അയാളെ കുറിച്ച് മോശത്തരങ്ങൾ പറഞ്ഞു നടന്നാൽ, എടാ ഈ പറഞ്ഞവനുണ്ടല്ലോ ആ തെറ്റുകൾ ആവർത്തിക്കാതെ നീ മരിക്കുകയില്ലല്ലോ. തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് മാത്രമല്ല, റബ്ബേ അവിടുന്ന് തെറ്റുകളിലൂടെ കടന്നു പോയിട്ട് മറ്റുള്ളവന്റെ കുത്തുവാക്കുകളും മറ്റുള്ളവന്റെ പരിഹാസങ്ങളും നിന്നെ തേടിയെത്തുകയാണല്ലോ. അവന് സമൂഹത്തിനിടയിൽ പച്ചക്ക് വശലാകുകയാണല്ലോ. അവൻ നാറി പോവുകയാണല്ലോ. ഇങ്ങനത്തെ ഒരവസ്ഥ വരാതെ അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അങ്ങനത്തെ കുറ്റം പറഞ്ഞിട്ട് മറ്റുള്ളവരെ കളിയാക്കി നടക്കുന്നവന് അങ്ങനത്തെ അവസ്ഥ വരാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, റബ്ബേ ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം ഉമ്മ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാ, മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞാൽ ഇല്ലതാകട്ടെ ഇല്ലാത്തതാകട്ടെ അവനെ വഷളാക്കാൻ ഉദ്ദേശിച്ചിട്ട്, അവനെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ട് റബ്ബേ അവിടുന്ന് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മരിക്കുന്ന സമയത്ത്, അല്ലാഹ് മരിക്കുന്ന സമയത്ത് അവിടുന്ന് പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ കഴിയില്ല. അവിടുന്ന് ഈമാനോടെ മരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് അല്ലാഹുവേ അവിടെ നിന്നൊരു മനുഷ്യനെ കടന്നു വരികയാ. എന്നിട്ട് പറയുന്ന, അലിയേ
ഇന്നാലിന്നൊരു വ്യക്തിയുണ്ട് അലിയേ, അവിടുന്ന് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല അലിയേ, മരണം ആസന്നമായിട്ടുണ്ടല്ലോ അലിയേ, അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിലാ, അങ്ങന്ന് കടന്നു വരുവോ, അങ്ങന്ന് കടന്നു വരുവോ, എന്നിട്ട് അവിടെ തന്നു ദുആ ചെയ്യുമോ അലിയേ? അലി റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. റബ്ബേ, ആ മനുഷ്യന്റെ കുടിലിന്റെ തൊട്ട് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ വരെ അല്ലാഹുവേ സക്കറാത്തിന്റെ വലി ഇങ്ങനെ കേൾക്കുകയാ, വൈക്ക് വരെ കേൾക്കുന്നുണ്ടല്ലോ. അലി റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത സങ്കടമായി. റബ്ബേ, ഒരു മനുഷ്യന്റെ അവസ്ഥയാണല്ലോ ഇത്. റബ്ബേ, മരിക്കുന്ന സമയത്ത് പോലും സമാധാനത്തിൽ മരിക്കാൻ കഴിയുന്നില്ലല്ലോ. റബ്ബേ, എന്തേ കാരണമെന്നറിയോ? റബ്ബേ, അലി റളിയല്ലാഹു തആല അൻഹു റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ വല്ലാത്ത ശബ്ദമാണല്ലോ. റബ്ബേ, കണ്ണുകൾ ഇങ്ങനെ തുറിച്ചിരിക്കുകയാണ്, വയറ് വല്ലാതെ വീർത്തിരിക്കുകയാണ്. റബ്ബേ, ആ മനുഷ്യന് വല്ലാത്തൊരവസ്ഥയിൽ മരണപ്പെട്ടിരിക്കുകയാ. റബ്ബേ, ജനങ്ങളെല്ലാവർക്കും പ്രയാസമായി. അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കണ്ടിട്ട് പൊട്ടിക്കരയുകയാ, വല്ലാത്ത സങ്കടം വരികയാണ്. അല്ലാഹുവേ, ആ മനുഷ്യനെ ഖബറടക്കി, എല്ലാവരും പോയി ഖബറടക്കി. അവസാനം അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അലിയാർ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ മനുഷ്യന്റെ അവസ്ഥ മാറുന്നില്ലല്ലോ. ആ കണ്ണുകൾ ഇങ്ങനെ വീർത്ത നരയും പതയും വന്ന ശരീരമായിട്ട് റബ്ബേ വയറിങ്ങനെ വീർത്തിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ഇത് കണ്ടിട്ട് അലിയാർ തങ്ങൾക്ക് അവിടെ നിന്ന് വല്ലാത്ത വേദനയാവുകയാ. അലിയാർ തങ്ങൾ കരയുകയാണ്, രാത്രിയും കരയുക. റബ്ബേ, അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു ഈ ചെറുപ്പക്കാരനെ സ്വപ്നത്തിൽ കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റിയതാരടാ? നിന്റെ മരണം വല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ, നിനക്ക് എന്ത് പറ്റിയതാ? നിനക്ക് എന്ത് പറ്റിയതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, എന്റെ ജീവിതത്തില് എന്റെ ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് ഞാനില്ലാത്തത് പറഞ്ഞതാ, ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞതാ, അത് ഉള്ളതായിരുന്നല്ലോ, അയാളുടെ ജീവിതത്തിലുള്ള കാര്യമായിരുന്നല്ലോ. പക്ഷെ ആ കാര്യം എടുത്തിട്ട് ഞാൻ മറ്റൊരാളോട് പറഞ്ഞു അലിയാർ തങ്ങളെ, അതവന്റെ മനസ്സിനകത്ത് വല്ലാത്ത വേദനയാക്കിയല്ലോ. റബ്ബേ, അതുകൊണ്ടാണ് അലിയേ, അതുകൊണ്ടാലിയേ എനിക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ വന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് മഹാനവറുകളോട് പറയുകയാ, യസീറൻ ബഈദൻ അനിൽ ജന്നാ, അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗലോകമുണ്ടല്ലോ. അള്ളാഹുവേ, ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധമായ സ്വർഗലോകമുണ്ടല്ലോ. ആ സ്വർഗലോകം എന്നിൽ നിന്ന് വിദൂരത്താ, അത് എന്നിൽ നിന്ന് വിദൂരത്താ. അല്ലാഹു വഖരീബൻ ഇലന്നാർ, അല്ലാഹ് കത്തിയാളുന്ന നരകമുണ്ടല്ലോ, കത്തിയാളുന്ന നരകമുണ്ടല്ലോ. എല്ലാവരും കണ്ടാൽ ഭയക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കാത്ത റബ്ബേ, മലക്കുകൾ പോലെ ആ നരകം കണ്ടിട്ടാടാ പേടിച്ചു പോയത്. അങ്ങനെ തന്നെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകം എന്നോട് അടുത്തതാണ്. സയ്യിദുനാ അലിയുന് കറമല്ലാഹ് അവിടെ നിന്ന് പറയുകയാണ്, എടാ, മറ്റൊരാളെ കുറിച്ചിട്ട് ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞു നടന്നാൽ നിനക്ക് പുഞ്ചിരിച്ചിട്ട് അല്ലാഹ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ നിനക്ക് മരിക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവേ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്.
എൻ്റെ പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ അള്ളാഹുവെ പടച്ചോനെ മരിക്കുന്ന സമയത്ത് കലിമ ചെല്ലാൻ കഴിയാതെ പ്രയാസപ്പെട്ടത്? എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ജീവിതത്തിൽ മറ്റുള്ളവനെ കുറിച്ച് ഇല്ല കാര്യമായിരുന്നു അതെടുത്തിട്ട് മറ്റൊരാളോട് പറഞ്ഞു. ഇതാണ് കാരണം. പടച്ചോനെ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ ചുരുക്കി പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസിൽ ഇരിക്കുന്നവർക്കൊക്കെ അല്ലാഹു റഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അടുത്ത കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിറാഅത്തുൽ ഖുർആൻ, അല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ പാരായണം നടത്തലാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ അവന്റെ പ്രയാസം തീരുമല്ലോ, അവന്റെ ജീവിതത്തിൽ അല്ലാഹ് ബറക്കത്ത് കൊടുക്കുമല്ലോ. ഉസ്താദേ, അവിടെ പ്രയാസമാണ്, എനിക്ക് കടമുണ്ട് ഉസ്താദ്, എൻ്റെ മക്കളെ കെട്ടിക്കാനുണ്ട്, എനിക്ക് രോഗങ്ങളുണ്ട്, എല്ലാ പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയുന്ന ഉമ്മ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എടുത്തിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണേ ഉമ്മ. ആ ഖുർആൻ എങ്ങാനും ഓതിയാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയ നിഅമത്തുകൾ ഇറങ്ങുന്നത് നിനക്ക് കാണാൻ കഴിയുന്നതാ. നിന്റെ ജീവിതത്തിൽ അല്ലാഹ് ബറക്കത്ത് തരുമല്ലോ, നിന്റെ ജീവിതത്തിൽ അല്ലാഹ് ബറക്കത്ത് തരുമല്ലോ. മാത്രമല്ല, നാളെ അള്ളാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ റബ്ബേ, അവിടെ തുണയാണടാ ഖുർആൻ എന്ന് പറയുന്നത്. നിന്നെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ആരാരുമില്ലാത്ത ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളറയിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അള്ളാഹ് അവിടെ രക്ഷയാണടാ ഖുർആൻ എന്ന് പറയുന്നത്. അള്ളാഹുവേ, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത തെറ്റുകളെ കുറിച്ചിട്ട് ചോദിക്കുമ്പോ, നിന്റെ അവസ്ഥകളെ കുറിച്ചിട്ട് ചോദിക്കുമ്പോ അല്ലാഹ് മലക്കുകളുടെ മുമ്പിലേക്ക് ഖുർആൻ കടന്നു വരുമല്ലോ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇവൻ എന്നെ പാരായണം ചെയ്തവനാ, അതുകൊണ്ട് ഇവനെ ആക്രമിക്കല്ലേ, ഇവനെ വേദനിപ്പിക്കല്ലേ, ഇവനെ ഖബറിനകത്ത് പ്രയാസപ്പെടുത്തല്ലേ, ഇവൻ എന്നെ പാരായണം ചെയ്തതാ അല്ലാഹ് എന്നവിടുന്ന് ഖുർആൻ വിളിച്ചു പറയുമല്ലോ. എന്നിട്ട് അല്ലാഹുവേ, സ്വർഗത്തിന്റെ പരിമളം അല്ലാഹ് ഖബറിലേക്ക് ഇറക്കി കൊടുക്കുകയാ, നിനക്ക് വേണ്ടി ഖബറിൽ കൂട്ടിനിരിക്കുകയാ. ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തിന്റെ പ്രകാശമായിട്ട്, നിനക്കൊരു കൂട്ടുകാരനായിട്ട്, ഒരു സുമുഖന്റെ രൂപത്തില് അല്ലാഹുവേ ഖുർആൻ നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. 4ാമത്തെ കാര്യം എന്തെന്നറിയോ? എടാ, തഹജ്ജുദ് നമസ്കരിക്കലാണ്. എല്ലാവരും സുഖനിദ്രയിൽ ആണ്ടുപൂണ്ട് കിടന്നിറങ്ങുമ്പോൾ ഉമ്മാ, തണുപ്പത്ത് അല്ലാഹുവേ ഒന്ന് എണീറ്റിട്ട് നിനക്ക് നിസ്കരിക്കാൻ കഴിയുമോ? എടാ, 2 റക്അത്തെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നിരുന്നിട്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയുമോ? അല്ലാഹുവേ, എന്നാ നീ വിജയിച്ചടാ, നിന്റെ ജീവിതത്തിൽ നീ വിജയിച്ചല്ലോ. അവിടെ നിന്ന് പറയുകയാ, തഹജ്ജുദ് നമസ്കാരത്തെ പതിവാക്കിയാൽ നിന്റെ ജീവിതത്തിൽ വിജയിച്ചല്ലോ, നിന്റെ ജീവിതത്തിൽ വിജയിച്ചല്ലോ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. ഒരാൾ തഹജ്ജുദ് നമസ്കരിച്ചാൽ അല്ലാഹ് അവനെ വല്ലാത്ത ഇഷ്ടമാണല്ലോ. എടാ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവന്റെ അടയാളമാണ് തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞ. തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ആരെങ്കിലും പൊട്ടിക്കരയാൻ നിന്റെ മുമ്പിൽ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ കണ്ടാൽ
അവരെ കൈ പിടിച്ചിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യിപ്പിച്ചോ. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവൻ അടയാളമാണടാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവൻ അടയാളമാണ് തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒഴിവാക്കല്ലേ ഉമ്മാ. തഹജ്ജുദ് നമസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. നിന്റെ ജീവിതത്തിൽ നിന്റെ കാര്യങ്ങൾ അല്ലാഹു നടത്തി തരുമല്ലോ. നിന്റെ രോഗങ്ങൾ മാറാൻ, നിന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് നേടിയെടുക്കാൻ അത് തഹജ്ജുദിനെ കൊണ്ട് കഴിയുമല്ലോ. 2 റക്അത്തെങ്കിലും നിനക്ക് നിസ്കരിക്കാൻ കഴിയണേ. വെറും 2 റക്അത്തെങ്കിലും അല്ലാഹ് നിനക്ക് നിസ്കരിക്കാൻ കഴിയണേ ഉമ്മാ. എങ്കിൽ നീ വിജയിച്ചടാ, എങ്കിൽ നീ വിജയിച്ചടാ. നിന്റെ ജീവിതത്തിൽ അല്ലാഹ് ബറക്കത്ത് തരുമല്ലോ. പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് എല്ലാവരും സുഖനിദ്രയില് ആണ്ട് പൂണ്ട് കിടന്നിറങ്ങുമ്പോ നിന്റെ വീട്ടിന്റെ ഉള്ളറയിൽ മുസല്ല വിരിച്ചിട്ട് നിന്റെ റൂമിനകത്ത് നിന്റെ ഭർത്താവും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പിറപ്പുകളും അല്ലാഹ് നിന്റെ മക്കളും എല്ലാവരും കിടന്നിറങ്ങുമ്പോ നിനക്ക് 2 റക്അത്ത് എണീറ്റ് നമസ്കരിക്കാൻ കഴിയണം ഉമ്മ. നിനക്ക് 2 റക്അത്ത് എണീറ്റ് നിസ്കരിക്കാൻ കഴിയണം ബാപ്പാ. എന്നാ നിന്റെ ജീവിതത്തില് അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെട്ടവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തഹജ്ജുദ് നമസ്കാരം ഒഴിവാക്കല്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, 4 കാര്യം നമ്മൾ പറഞ്ഞു. ഒന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞത് അല്ലാഹു നമസ്കാരത്തെ ഒഴിവാക്കാതിരിക്കുക എന്ന, അല്ലേ? നമസ്കാരത്തെ ഒഴിവാക്കരുത്. രണ്ടാമതായിട്ട് അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് നടക്കരുത്. പിന്നെ പറഞ്ഞത് എന്താ എന്റെ പ്രിയമുള്ളവരെ? പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ എടുത്തിട്ട് ഓതാൻ പഠിക്കുക. പിന്നെ പറഞ്ഞു തഹജ്ജുദ് നമസ്കരിക്ക്. ഇനി ഇതാ അടുത്തത് എന്തെന്നറിയോ? 5ാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിനക്കൊരു വിരിപ്പ് കൊണ്ടുപോകണടാ. സ്വർഗത്തിൽ അള്ളാന്റെ സ്വർഗലോകത്തേക്ക് പോകുക. ആ പോകുമ്പോൾ നിനക്കൊരു വിരിപ്പും കൊണ്ട് നീ പോകണം. എന്താ വിരിപ്പ്? ആ വിരിപ്പിനെ കുറിച്ചാ പറയുന്നത്. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ ഇവിടുന്ന് ഖബറിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഖബറിനകത്ത് വിരിക്കാനുള്ള ഒരു വിരിപ്പ് ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ വിരിപ്പ് ഏതെന്നറിയോ? അത് സ്വതക്കയാ ഉമ്മ, അത് സ്വതക്കയാണ് ഉമ്മ. സ്വർഗത്തിന്റെ ഉള്ളറയിലോ, റബ്ബേ നിന്റെ ഖബറിന്റെ ഉള്ളറയിലോ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടനവാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. അല്ലാഹുവേ, ഇരുളിനാൽ പെയിന്റിട്ട വീടല്ലേ ഖബറെന്ന് പറയുന്നത്. അല്ലാഹ്, മണ്ണിനാലുള്ള വീടല്ലേ ഖബറെന്ന് പറയുന്നത്. അല്ലാഹുവേ, ഇന്നലെ വരെ തന്റെ വീട്ടിന്റെ ഉള്ളറയിലോ നല്ല വിരിപ്പിലോ നല്ല കട്ടിലുമേ അല്ലാഹുവേ 10,000 വില വരുന്ന കടക്കമ്പോൾ അല്ലാഹ് സുഖസുന്ദരമായി കിടന്നിറങ്ങിയ നമ്മള് റബ്ബേ നാളെ ചിലപ്പോ പോയി കിടക്കുന്നത് എവിടെയാണെന്നറിയോ? അത് 6 അടി മണ്ണിന്റെ അടിയിലല്ലേ. അവിടെ വാപ്പയില്ല, അവിടെ ഉമ്മയില്ല, കൂട്ടുകാരില്ല, കൂടപ്പിറപ്പുകളില്ല, ആരുമില്ലല്ലോ. പിന്നെ അവിടെ ആരാണടാ നമുക്കുള്ളത്? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ എത്രത്തോളം നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം നല്ല കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരാക്കി കൊണ്ട് നടന്നിട്ടുണ്ടോ, അത് നമുക്ക് ഉപകരിക്കുന്നതാ, അത് നമുക്ക് ഉപകരിക്കുന്നതാ. അതുകൊണ്ട് നിന്റെ ഖബറിന്റെ ഉള്ളറയില് ആ പച്ച മണ്ണിലേക്ക് നിന്നെ ചേർത്ത് വെക്കുമ്പോ റബ്ബേ നിനക്ക് സുഖസുന്ദരമായിട്ട് അതിന്റെ ഉള്ളറയിൽ കടന്നിറങ്ങാൻ
നിനക്കൊരു വിരിപ്പ് വേണ്ടേ ഉമ്മ, നിനക്കൊരു വിരിപ്പ് വേണ്ടേ വാപ്പ? ആ വിരിപ്പ് ഏതെന്നറിയോ? സ്വതക്ക, അത് സ്വതക്കയാണല്ലോ. അതുകൊണ്ട് പാവങ്ങൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, നിന്റെ വീടിന്റെ വാതിൽ വന്നിട്ട് പച്ച പാവങ്ങൾ വാതിൽ മുട്ടുമ്പോൾ അവരെ ആട്ടിയോടിക്കല്ലേ വാപ്പ, അവരെ ആട്ടിയോടിക്കല്ലേ വാപ്പ. നിന്റെ കയ്യിൽ നിനക്ക് എന്താ കൊടുക്കാൻ കഴിയുന്നത്? നിനക്ക് എന്തെങ്കിലും നന്മകൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ അവന്റെ മുമ്പിലേക്ക് നീട്ടി കൊടുക്കാനുള്ള മനസ്സ് നിനക്ക് വേണം ഉമ്മ. നീ പിടിച്ചു വെക്കല്ലേ, നീ പിടിച്ചു വെക്കല്ലേ. അങ്ങനെ പിടിച്ചു വെക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, മുത്തു മുഅ്മിനീങ്ങളുടെ അല്ലാഹനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ അടയാളങ്ങളിലൂടെ അല്ലാഹുവേ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. അടയാളങ്ങൾ പറഞ്ഞെടുത്ത് അല്ലാഹുവേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, ആ മുഅ്മിനീങ്ങളായ ആളുകളുടെ സ്വഭാവമാണ് ദാനധർമ്മം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. വല്ലദീന ഇദാ أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قوما. അല്ലാഹ് ചില ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളാ. അവരെ കുറിച്ചാ പറയുന്നത്, അവർ ചിലവഴിക്കുമ്പോൾ ഒരിക്കലും ദൂർത്ത് കാണിക്കില്ലല്ലോ, ദൂർത്ത് കാണിക്കില്ലല്ലോ. അവര് ചിലവഴിക്കുമ്പോ പിശുക്കും കാണിക്കുന്നവരല്ല. പിന്നെയോ പിന്നെയോ ആ വിഭാഗത്തിന്റെ സ്വഭാവം എന്തെന്നറിയോ? രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മധ്യമായ രേഖയുണ്ടല്ലോ, ഒരു മധ്യമായ മാർഗമുണ്ടല്ലോ. ആ കാര്യങ്ങൾ ചെയ്തിട്ട് സ്വീകരിച്ചിട്ട് അവർ അമല് ചെയ്യുന്നവരാ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയാ, സ്വതക്ക കൊടുത്തോളി, അല്ലേ? സ്വതക്ക കൊടുത്തോളി. ആ സ്വതക്ക നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അങ്ങനെ ദാനധർമ്മം ചോദിക്കുന്ന സമയത്ത് എടുത്തു കൊടുക്കുന്നവരുണ്ടോ, എടാ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എനിക്ക് വിജയിക്കാൻ കഴിയും. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനോട് ചോദിക്കാം, എടാ നീ എന്തിനാ ജീവിക്കുന്നത്? ഓൻ പറയും സ്വർഗം കിട്ടണം, അള്ളാന്റെ മുമ്പിൽ പോകണം, അള്ളാന്റെ ലിഖാ കാണണം, സ്വർഗത്തിന്റെ പരദീസുകളിൽ നിന്ന് പാറി പാറി കളിക്കണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് പണിയെടുത്തിട്ട് തുടങ്ങണം. അപ്പൊ മനസ്സിലായില്ലേ 5 കാര്യങ്ങൾ? മനസ്സിലായി? ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊണ്ടു നടന്നാൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് അവിടെ വിജയിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.